ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇഞ്ച് ഇഞ്ചി, പിന്നെ ഒരു 5-8 ക്ലോവ്സ് ഗാർലിക്, പിന്നെ 2 to 3 സവാള, ഒരു തക്കാളിക്ക, പിന്നെ കുറച്ച് കറിവേപ്പില. ബാക്കി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിയ ശേഷം സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു സ്പ്രിഗ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സവാള എല്ലാം വാടി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റാം. നമ്മുടെ സവാള ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 3 മിനിറ്റ് വഴറ്റണം. ഏകദേശം 2-3 മിനിറ്റ് ഈ തക്കാളി ഒന്ന് വഴറ്റണം. ഓക്കെ, അപ്പം നമ്മുടെ തക്കാളി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഏകദേശം 1.25 to 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 to 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡ് വെക്കാം. ലിഡ് വെച്ച് കൊടുത്ത ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഈ ചിക്കൻ ഒന്ന് വേവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കനിലെ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ചിക്കൻ ലിഡ് അടച്ച് വെച്ച് വേവിക്കണം, ഏകദേശം വറ്റുന്നത് വരെ. അപ്പം അതിന് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്സോളം എടുക്കുമായിരിക്കും. ടോട്ടലി 10 to 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മിനിയമ്മയുടെ ചിക്കൻ റെസിപ്പി. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സും കൂടെ അടച്ച് വെക്കാം. ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ അടച്ച് വെക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഏകദേശം ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട് ടോട്ടലായിട്ട്. ഞാൻ ലിഡ് ഓപ്പൺ ചെയ്തു. അപ്പോഴും ഇത്രയും കുറച്ചുകൂടെ വെള്ളം ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ തീ ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ നിന്ന്. വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ട് പോലുമില്ല. ഇതെല്ലാം ചിക്കനകത്തുനിന്ന് വന്ന വെള്ളമാണ്. ഓക്കെ,
ഞാനിപ്പോൾ തീ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് നമുക്ക് ചാറിന് വേണ്ടി അവസാനമായിട്ട് വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മസാലപ്പൊടികളാണ്. ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ തീ ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കാം. മസാലയെല്ലാം നല്ലതുപോലെ ചിക്കനിൽ പിടിച്ച് വരണം. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം. ചിക്കൻ്റെ കളർ കണ്ടോ ഗൈസ്, വണ്ടർഫുൾ. വായിക്കകത്തൂടെ വെള്ളം വരുന്നില്ലേ? ഐ നോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ തണുത്തുള്ള ഒഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളമൊന്നും അങ്ങനെ ഉണ്ടാക്കിയൊന്നും ഒഴിക്കാറില്ല. എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. നല്ലതുപോലെ മൂക്കണം. ഇത് ടോട്ടൽ ഒരു 3 മിനിറ്റ്സോളം ഈ പൊടിയുടെ ഈ സ്മെല്ലൊക്കെ ഒന്ന് മൂത്ത മണം ഒന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ ചാറൊക്കെ വറ്റി വന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2-2.5 കപ്പ് വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. ചാറ് ചാറിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളത്തോളം മതിയാവും. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാൻ വിടണം. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് നോക്കിയിട്ട്, ഇപ്പം വെള്ളം ഒഴിച്ചല്ലോ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇങ്ങനെയാണ് എൻ്റെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. സീക്രട്ട് എല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, കമൻറ്റ്, ഷെയർ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.